ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് നോക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരപ്രായം. അഡോളസൻസ് ആ പ്രായത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 മുതൽ 11 വരെയുള്ള കാലഘട്ടത്തിൻ്റെ വളർച്ചയെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡോളസൻസ് പീരീഡിനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അഡോളസൻസ് പീരീഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് നോക്കാം. യൗവനാവസ്ഥയ്ക്കും ബാല്യത്തിനും ഇടയിലുള്ള വികസന കാലയളവാണ് കൗമാരം. 11 മുതൽ 18 വരെയുള്ള പ്രായമാണ് പൊതുവെ കൗമാരഘട്ടമായി കരുതുന്നത്. ഈ ഘട്ടത്തിലാണ് വളരെ വേഗത്തിൽ ശാരീരിക ലൈംഗിക വളർച്ച ഉണ്ടാക്കുന്നത്, അവസാനം പക്വത ആർജിക്കുന്നത്. അപ്പം എന്താണ് ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ളൊരവസ്ഥ. ബാല്യം വിടുകയും ചെയ്തു എന്നാൽ യൗവനത്തിൽ അങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടില്ലാത്ത ഒരു ഇടനിലയിലുള്ള ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. ഈ കൗമാര കാലഘട്ടത്തിൽ പാരൻസ്, അതുപോലെ സമപ്രായക്കാർ, സ്കൂള്, ടീച്ചേഴ്സ്, അവരുടെയൊക്കെ റോൾ എന്താണെന്ന് നമുക്ക് പഠിക്കണം. അപ്പം എന്താണ് കൗമാര കാലഘട്ടത്തിൽ പാരൻസ് ആയിട്ടുള്ള ഈ മാതാപിതാക്കളുടെ റോള്? കൗമാര കാലഘട്ടത്തിലാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മാതാപിതാക്കളായിട്ട് ഏറ്റവും കൂടുതൽ ഉടക്ക് വരുന്ന കാലഘട്ടം. അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ് ഏറ്റവും അധികം വരുന്നത്. ഇപ്പോൾ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലുള്ളവർ പറയും, നിങ്ങളിത് സംസാരിക്കാനായിട്ടില്ല എന്ന് പറയും. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, നിങ്ങൾ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറയും. അന്ന് അവർ കുട്ടികളെ പോലെ കളിച്ച് നടന്നാലോ, എന്താ പറയുക, ഇത്രയ്ക്ക് പ്രായമായി എന്നിട്ടാണ് ഈ കളിച്ച് നടക്കണേന്ന് പറയും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാകെ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മളൊക്കെ ഇങ്ങനൊരു അവസ്ഥ കഴിഞ്ഞു വന്നിട്ടുള്ളവരാണ്. നിങ്ങളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളാണോ അല്ല, മുതിർന്നവരായോ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എവിടെയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി പെടുന്നതും ഈ കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടുകാരെടുത്തും ഇങ്ങനെ പ്രശ്നം വയ്ക്കുന്ന സമയത്തായിരിക്കും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹം കൊണ്ടൊരു ചേട്ടൻ വരുന്നു, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും പറ്റിയ കാലഘട്ടമാണിത്. എല്ലായിടത്തു നിന്നും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൂഡ് നിൽക്കുമ്പോൾ എവിടെയാണോ നമുക്കൊരാശ്വാസം നമ്മൾ കണ്ടെത്താൻ പറ്റുന്നത്, ആ ഒരു ആശ്വാസമായി വരുന്നത് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടപ്പെടുകയും ചതിക്കുഴികളിൽ പോയി പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം മാതാപിതാക്കളായിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. അതായത് വലിയ വലിയ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളിലേക്ക് നമ്മളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യില്ല. എന്താണ്, ഒരു കുട്ടിയായിട്ടുള്ള നമ്മളെ ആ കുട്ടിത്തത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ശകാരിച്ച് മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ, അച്ഛനമ്മമാർക്ക് ഇത് മനസ്സിലാവും. അവരും ആ കാലഘട്ടം കഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ തുടർച്ചയായിട്ട് ശരിയല്ലാത്തൊരു കൂട്ടുകാരനെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ആൺമക്കളെടുത്ത് എന്താടാ അവിടെ അങ്ങനെ ഒരു ചോദ്യം വരും. പെൺകുട്ടികളൊന്നും നേരം വൈകി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വല്ല മിഠായി വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അമ്മയ്ക്ക് പേടിയാണ്, അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലവും അമ്മയും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു വന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പേടിയാണ്. ഇങ്ങനെ കുത്തിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഇവർ സത്യം പറഞ്ഞാലും ഇവരെ വിശ്വസിക്കാത്തൊരവസ്ഥ. അത് മക്കളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്താണ് ചുരുക്കത്തിൽ അവരുടെ പ്രായത്തെയാണ് അമ്മയ്ക്ക് പേടി അല്ലെങ്കിൽ അച്ഛന് പേടി. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന എന്താണ്, വല്ലാത്തൊരു ഫ്രസ്ട്രേഷനാണ്. ഇവരെന്ത് ചെയ്യും? ഇതൊക്കെ കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഈ കുട്ടി നിൽക്കുന്ന കാലഘട്ടമാണ്. ഇനി ചില ആൾക്കാരോ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളെ അങ്ങോട്ട് അഴിച്ചു വിടും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, എന്താണ്, വേണ്ടാത്ത എല്ലാ പരിപാടികളിലും ഈ കുട്ടി പോയി പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല ആക്ച്വലി മാതാപിതാക്കൾ ചെയ്യേണ്ടത്. നമ്മൾ അവരെ സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് വേണ്ട രീതിക്ക് അനുവദിക്കണം. കുട്ടികളെ കുടുംബകാര്യങ്ങളിലുമൊക്കെ ഉൾക്കൊള്ളിക്കുകയും ഒരു വീട്ടിലൊരു പ്രധാന കാര്യം നടക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ച് ആ അഭിപ്രായം കൂടെ നമ്മൾ കണക്കിലെടുത്ത് അവരെ വിലമതിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വില കൊടുക്കുന്നു എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുകയും അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും അവർക്ക് ആദ്യം ഓടിയെത്താവുന്നത് അവരുടെ അച്ഛനും അമ്മയാണ് എന്നുള്ള ചിന്ത അവരുണ്ടാക്കുകയും നമ്മൾ ചെയ്യണം. പിന്നെ അവർക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇങ്ങനെ ഓവറായിട്ട് അവരെ കൺട്രോൾ ചെയ്യാനൊന്നും നിൽക്കരുത്.
പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടി എന്താണ്, അവരറിയാതെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ അവരറിയാത്തൊരു വീക്ഷണം നമ്മൾ അവരിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യണം. അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയും വേണം. അതിലപ്പുറം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുകയും വേണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അവരെ ആ ഒരു പ്രായത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട്. എന്നത് സമപ്രായക്കാരുടെ പങ്കാണ്. സമപ്രായക്കാരെന്ന് പറയുമ്പോൾ ഈ അച്ഛനമ്മമാരിന് ഇത്തരം പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഏറ്റവും കൂടുതൽ കൂട്ടുകെട്ടുകളും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ എല്ലാ വിഷമങ്ങളും പറയാൻ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ളത് ആരാണ്? നമ്മുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനും നമ്മുടെ എല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടുകാരോട് പോലും പറയാത്ത കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ സമപ്രായക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പങ്കുണ്ട്. ഇനി അടുത്തത് സ്കൂളും ടീച്ചേഴ്സും എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയും കാര്യം എന്താണ്, ഈ അച്ഛനമ്മമാരുടെ കഥ പറഞ്ഞ പോലെ തന്നെയാണ്. അവർക്കും എന്താണ്, കുട്ടികളുടെ ഭാവിയിലുള്ള ആശങ്ക തന്നെയാണ് അവരും പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ആ പ്രകടനവും എന്താണ്, ചില സമയത്ത് ഇതുപോലെ നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവരെ പഠിക്കാൻ കൊടുത്തും ഇപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അവരെ കഠിനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചും അങ്ങനെയൊക്കെ ആ പ്രായത്തിലുള്ള കുട്ടികളൊന്നും കൂടിയും ടീച്ചേഴ്സ് ബോയ്സിനൊക്കെ അറിയാം അല്ലേ, ബോയ്സിനൊക്കെ കണ്ടറിയാം. ഒരു +2 ഉള്ള ആൺകുട്ടികളൊക്കെ ആയിട്ട്, ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചെക്കനുണ്ട്, എന്നും ടീച്ചറായിട്ട് അടിയാം. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഒരു ഇതില്ല, അങ്ങനത്തെ ഒരു ചെക്കനായിരുന്നു. ഇപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇവനായിരുന്നു അതെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ അവസ്ഥകളാണ്. അപ്പോൾ എന്താ പറയുക, ഇതേപോലെയൊക്കെ തന്നെയാണ് അവസ്ഥകൾ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയും എങ്ങനെയാണോ മാതാപിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടത് അതേ അവസ്ഥ തന്നെയാണ് ടീച്ചേഴ്സ് നോക്കേണ്ടത്. അവരോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുകൊണ്ട് അവർ പോലും അറിയാതെ അവരെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ അവരോട് ഇങ്ങോട്ട് അടിപിടി കൂടി നിൽക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കയ്യിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് സ്കൂളിൻ്റെ. അപ്പോൾ നല്ല അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്ലി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അവർ ഓട്ടോമാറ്റിക്കലി ആ അധ്യാപകനെ അനുസരിക്കാനും അവരെ സ്നേഹിക്കാനും ഈ പറഞ്ഞ പോലെ സമപ്രായക്കാരോട് പറയുന്നത് പോലെ അവരുടെ എന്ത് പ്രശ്നങ്ങളും അവരായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഒരു അനാവശ്യ കൂട്ടുകെട്ടിലേക്കുള്ള അവരുടെ പോക്ക് നമുക്ക് തടയാനായിട്ട് പറ്റും. ഇനി വരുന്നത് ഇതാണ് ഇവരുടെയൊക്കെ പങ്ക് വരുന്നത് ഈ കൗമാരപ്രായത്തിൽ. ഇനി ഇവരുടെ സാധാരണ സ്വഭാവങ്ങൾ, ഇത് നമ്മൾ ഇവരെക്കുറിച്ച് പറഞ്ഞില്ലേ. ഇനി ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ രൂപത്തെക്കുറിച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ നേരം ഇങ്ങനെ നോക്കി മീശ വരുന്നില്ല അല്ലെങ്കിൽ താടി പോരാ, അപ്പോൾ അതിനുള്ള ക്രീമും കാര്യങ്ങളും തപ്പിയെടുക്കും. അപ്പോൾ ഇവർക്ക് മീശ വരണം, താടി വരണം, അങ്ങനെയാണ്. പെൺകുട്ടികളാണെങ്കിലോ ഇപ്പൊക്കെ നടന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു കാലഘട്ടം ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, പലതരത്തിലുള്ള മഞ്ഞൾ, രക്തചന്ദനം, മുഖത്ത് ഫേഷ്യൽ, മുടിയുടെ പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ സൗന്ദര്യത്തിൽ നോക്കുക, അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെക്കുറിച്ചിട്ടുള്ള കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ അവർക്ക് വരാം. രണ്ടാമെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുമായിട്ടുള്ളത്. ചില ആൾക്കാർ അവർക്ക് ഇൻട്രസ്റ്റഡ് ആവും അവരുടെ കൂട്ടുകാർ. അപ്പോൾ അവരെ പോലെ നടക്കുക, അവരെ പോലെ സംസാരിക്കുക, അവരെ പോലെ വസ്ത്രധാരണം നടത്തുക. അത് കൂട്ടുകാർ മാത്രമല്ല, ഒരു അനുകരണ ശീലമുണ്ടാവും. ഇപ്പോൾ സിനിമ കണ്ടു, ആ സിനിമയിൽ മോഹൻലാൽ ഇഷ്ടപ്പെട്ടു, മോഹൻലാലിൻ്റെ പോലത്തെ സംസാരം, അതിൻ്റെ മോഹൻലാലിൻ്റെ അത് കണ്ടുകൊണ്ട് ഇടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു അനുകരണ സ്വഭാവം അവർക്ക് വരും. പിന്നെ ആ സമയത്താണ് എതിർലിംഗത്തിൽപ്പെട്ടവരുള്ള തീവ്രമായിട്ടുള്ള അടുപ്പം, സ്നേഹബന്ധങ്ങൾ ഒക്കെ ഉടലെടുക്കുക. അതൊക്കെ എന്താണ്, ഒരു തരം ഇൻഫാച്വേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയത്ത് ഉണ്ടാവുള്ളൂ. മേ ബി ചിലതൊക്കെ അത്രയും സിൻസിയറായിട്ട് നിന്ന് പോവുമായിരിക്കും, പക്ഷേ മിക്കതും എന്താണ്, ചില ഇൻഫാച്വേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോകും. ഇതൊക്കെ എന്താണ് ഈ സമയത്ത് അവരുടെ ഓരോ ഇതാണ്. ചില സിനിമകളും ഒക്കെ കാണുന്ന സമയത്ത് എന്താണ്, അതൊക്കെ കണ്ടിട്ടാണ് ഇവർക്ക് ഇവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നത്. ഒരു തരം ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു സ്വപ്നലോകമാണ് ആക്ച്വലി കൗമാരം എന്ന് പറയുന്നത്. ഇനി വരുന്നത്
അപ്പം മാതാപിതാക്കൾ എന്ന് പറയണത് അവർക്ക് എന്തോ ഒരു ശത്രുക്കളെ പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും ഇത്. പിന്നെ 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 എന്താണ് അവർക്ക് അതൊക്കെ കുറേ ഹോർമോണലൊക്കെ ആയിട്ടുള്ള ചേഞ്ചസുകളാണ്. ഇതൊക്കെ മാറി വരുമ്പോൾ എന്താണ് അവർ ഓട്ടോമാറ്റിക്കലി യഥാർത്ഥ ജീവിതത്തിലേക്ക് വരും. അപ്പം ഇവരിങ്ങനെയാണ് എന്നും ഈ ഒരു പ്രായത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വേറെ ഒരു അവസ്ഥയിലേക്ക് പോവാതെ, തെറ്റായ വഴിയിലേക്ക് പോവാതെ ഈ ഒരു പ്രായം കടന്നു വന്ന മാതാപിതാക്കളാണ് നമ്മൾ ശ്രദ്ധിച്ച് അവരെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം നോക്കിക്കൊണ്ട് അവിടെ വേട്ടയാടാനായിട്ട് കുറേ വേട്ടപ്പട്ടികൾ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വിട്ട് കളയുമ്പോഴാണ് ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് കുട്ടികളെ റാഞ്ചിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ അവർക്ക് കൊടുക്കാണ്ട് നോക്കുക. പ്രശ്നമാണ്. അപ്പോൾ ഒരു +2 അതൊക്കെ കഴിയുന്ന ഒരു സമയമാകുമ്പോൾ അവർക്ക് അവരുടെ ഒരു കരിയർ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ വീട്ടുകാരടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കരിയർ, അപ്പം അതിലേക്ക് പോകേണ്ടി വരിക. ചിലർ ഇഷ്ടമില്ലാതെ പോയി വീട്ടുകാർ നിർബന്ധത്തിന് പോയി എടുക്കേണ്ടി വരിക. അപ്പം അങ്ങനെ വരുന്ന കുറേ സാഹചര്യങ്ങൾ അവരനുഭവിക്കുന്ന വേറൊരു തരം ഫ്രസ്ട്രേഷൻ. എല്ലാം കൊണ്ട് ഫ്രസ്ട്രേഷനാണ് ആ ഒരു പ്രായം. പിന്നെ ഭക്ഷണ ക്രമക്കേടുകൾ ഇതൊക്കെ കൂടുമ്പോൾ അപ്പോൾ ലവ് വരുന്നു, അപ്പോൾ അതിൻ്റെ വകയായിട്ട് ബ്രേക്കപ്പ് വരുന്നു. അപ്പോൾ ആദ്യം തന്നെ തോന്നുന്നു ആത്മഹത്യാ പ്രവണതകൾ, അതുപോലെ സമപ്രായക്കാരുടെ സമ്മർദ്ദം. ചിലപ്പോൾ അവരൊരു നല്ല കൂട്ടുകെട്ടിൽ ഒരെണ്ണം മതി ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ എന്താണ് പതുക്കെ ഇതിൽ ഓരോന്ന് അങ്ങനെ വലിച്ചു പോകാനുള്ള സാധ്യത. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ജൈവിക പ്രശ്നങ്ങൾ, കൗമാര പ്രായ ഗർഭധാരണം, ഇതാണ് പെൺകുട്ടികളുടെ കേസിലൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുട്ടി അമ്മയും തമ്മിൽ ഒരു അടി വരാത്ത രീതിയിൽ അമ്മ കുട്ടീനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ കുട്ടി അറിയാതെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കണം. എന്നാലാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. അത് ആ പ്രായത്തിൻ്റെയാണത്. ഇനി വരുന്നത് എന്തൊക്കെ സാമൂഹിക വൈകാരിക വികാസങ്ങൾ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷ, സംസ്കാരം. ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വസ്ത്രധാരണം ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൗമാരഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസൊക്കെ പറയുമ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമല്ല. എന്നാലും നമുക്ക് തന്നെ ഒരു വൾഗാരിറ്റി തോന്നൂല്ലേ കാണുമ്പോഴൊക്കെ തന്നെ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളവർ പറയും എന്തുട്ട് വേഷമാണ്, ഒരു വൃത്തിയുള്ള വേഷം ഇട്ടുകൂടെയും ചോദിക്കും അല്ലേ. ചിലപ്പോൾ വയറ് കാണിച്ചോ അല്ലെങ്കിൽ സ്ലീവ്ലെസ്സോ ഒക്കെ ഇട്ട് നടക്കണ കാണുമ്പോൾ അപ്പോൾ അത് ചിലപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും കണ്ട് അനുകരിച്ച് അതിനോട് തോന്നിയിട്ടുള്ള ഒരു അഫെക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് വരെയാണ്. അപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി, ഇനിയിപ്പോൾ അവരുടെ ഭാഷ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ മൂല്യങ്ങൾ, അവരുടെ സംസ്കാരം, ഇതൊക്കെ എന്താണ് ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ക്ലാഷുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇപ്പോൾ ഇവരിങ്ങനെ നടക്കുന്നത് ഇവരുടെ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണ്. കൗമാര കാലഘട്ടം പിന്നെ കഴിയുന്നതോട് കൂടി, അതായത് ഒരു മനുഷ്യന് ഒരു 18-19 വയസ്സാവുന്നതോട് കൂടി എന്താണ് ഈ ഹോർമോണൊക്കെ ബാലൻസിൽ വരികയും അപ്പോൾ അതോടുകൂടി അവർക്ക് കാര്യങ്ങൾ സെറ്റാവുകയും ചെയ്യും. ഇങ്ങനെയും കുറേ ക്ലാഷുകൾ അവിടെ ഉണ്ടാവാം. ഇനി ഇവരുടെ ഭാഷാ വികാസം എന്ന് പറയുന്നത് അപ്പോഴേക്കും ഈ ബാല്യമൊക്കെ അവസാനിക്കുന്നതോട് കൂടി ഇവർ 4000, 5000 ബാല്യത്തിൻ്റെ അവസാനത്തോടു കൂടി വാക്കുകൾ ഇവർക്ക് പരിചിതമാവും. പിന്നെ നല്ല സ്ഫുടമായിട്ട് വാക്കുകൾ പറയാൻ പറ്റും. ഷോർട്ടായിട്ട് വലിയ വാക്കുകളുടെ തന്നെ ചുരുക്കമായിട്ട് വാക്കുകൾ പറയാനും ഇവർക്ക് സ്വന്തമായി വാക്കുകൾ സൃഷ്ടിക്കാനും പലതരത്തിൽ ആശയവിനിമയം നടത്താനും നാടൻ ഭാഷകളും ഹസ്രവാക്കുകളും ഒക്കെ അവർക്ക് പറയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ട് കൗമാരപ്രായത്തിൽ അവർക്ക് സാധിക്കും. ഇനി ഇവരുടെ വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുട്ടി കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവൻ അല്ലെങ്കിൽ അവൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കൗമാരപ്രായത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു. സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും സങ്കല്പിക്കാൻ അവർക്ക് കഴിയുന്നു. വസ്തുതാപരമായ ആശയങ്ങൾ ചിന്തിക്കാൻ കഴിയും. അതിനപ്പുറം കൗമാരപ്രായക്കാർ കുറേ കൂടി ചിട്ടയോടെയും പക്വതയോടെയും ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണവും പരിഹാരവും കണ്ടെത്താനുള്ള കഴിവ്. അപ്പോൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഇവർക്ക് കുറച്ചും കൂടിയും വ്യക്തമായിട്ട് അല്ലെങ്കിൽ എന്താണ് യുക്തിപരമായിട്ട് കാര്യങ്ങളെ കാണാനും ആ പ്രശ്നമുണ്ടായ അതിന് ഇന്നതാണ് കാരണം അല്ലെങ്കിൽ ഇന്നതുപോലെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്നും വ്യക്തമായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെ
എന്താവും അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കാനൊക്കെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് സാധിക്കും. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വളരെ ഫലപ്രദമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. ഇനി ഇവരുടെ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അവരൊരു സെക്കൻഡറി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പൂബേർട്ടിക്ക് ശേഷം ഒരു സെക്കൻഡറി ഡെവലപ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരിത് മാതാപിതാക്കളായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ കുട്ടികൾക്കും ഒരു പ്രശ്നം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്കും നാണക്കേടായിരിക്കും. അവർ മിക്കപ്പോഴും എന്താ ചെയ്യുക, അവരുടെ സമപ്രായക്കാരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്ന, ഇപ്പോഴൊക്കെയാണെങ്കിൽ ഫോണുകളെയാണ് അവർ ആശ്രയിക്കുന്നത്, ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. ഈ തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നത്. അതായത് സെക്ഷുവലായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നത്. ഈ ലൈംഗികതയുടെ ആവശ്യം എന്താണെന്നും അതെങ്ങനെയാണെന്നും വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇത്തരം പ്രശ്നങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ സ്കൂളുകളിൽ സെക്ഷുവൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് ഒരാളുടെ ആവശ്യമാണെന്നും അതെന്തിനാണെന്നും എങ്ങനെയാണെന്നും വ്യക്തമായിട്ട് ആര് പറഞ്ഞു കൊടുക്കണം? മാതാപിതാക്കൾ തന്നെ മക്കളെ, ആൺകുട്ടികൾക്ക് അച്ഛന്മാരും പെൺകുട്ടികൾക്ക് അമ്മമാരും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ ഒരവസ്ഥ വരുമ്പോൾ അതോടൊപ്പം എന്താണ്, സ്ത്രീകളെ ബഹുമാനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്താണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. ഇതല്ലാത്തൊരവസ്ഥയിൽ ഇവർ ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇവർക്ക് ശരിയായിട്ടുള്ള ഒരു വിവരം കിട്ടാതെ വരികയും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ പോയി ഒരു പെടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ സെക്കൻഡറി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ എന്താ പറയുക, പ്യൂബേർട്ടി അല്ലെങ്കിൽ അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു പീരീഡിൽ വരുന്നത്. ഈ അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണ്, അവർ പ്രായപൂർത്തി കാലഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടുപേരുടെയും ഉയരവും ഭാരവും വർദ്ധിക്കുന്നു, കക്ഷത്തിൽ രോമങ്ങൾ വളരുന്നു, ഗുഹ്യഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു, മുഖക്കുരു ഉണ്ടാവുന്നു, ജനനേന്ദ്രിയങ്ങളുടെ വളർച്ച ഉണ്ടാവുന്നു. ഇനി ആൺകുട്ടികൾക്ക് മാത്രം എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് നോക്കാം. അവരുടെ ചുമലുകൾ വിസ്തൃതമാകുന്നു, മുഖത്ത് രോമങ്ങൾ വളരുന്നു, ശബ്ദത്തിന് ദൃഢതയുണ്ടാകുന്നു, മാംസപേശികൾക്ക് വളർച്ചയുണ്ടാകുന്നു, സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നു. ഇനി ഈ സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ്, അവരുടെ പീരീഡ്സ് ആണ്. ഇനി എന്തൊക്കെയാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ? അവരുടെ മാറിടങ്ങൾ വളർച്ച പ്രാപിക്കുന്നു, നിതംബം വിസ്തൃതമാകുന്നു, ആർത്തവം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശാരീരികമായിട്ടുള്ള വളർച്ച ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. മാനസികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു തരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത വേറൊരു പ്രശ്നത്തിൻ്റെ ഒരു അവസ്ഥയിലും അവർ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം തരണം ചെയ്ത് അവരൊരു യൗവനാരംഭത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവർ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം അവരെ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കുടുംബമാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ് നമ്മൾ അവരെ സഹായിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ സഹായം എന്നുള്ളത് അവർക്ക് ദ്രോഹമായിട്ട് തോന്നരുത്. അവരുടേതായിട്ടുള്ള രീതിക്ക് നമ്മളവരെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ അവരറിയാത്തൊരു കൺട്രോളിൽ അവരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എപ്പോഴും നമ്മളെ ഒരു നല്ല ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എന്ത് പ്രശ്നവും അവർക്ക് ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു ഇടമായിട്ട് അച്ഛനും അമ്മയും മാറുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പീരീഡ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ഇതാണ് നമുക്ക് ഈ അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിരുത്തി വായിച്ച് പഠിക്കാം. താങ്ക് യു.